എവിടെ? സാജിദ മൊറയൂര് അല്ലേ? എത്ര മക്കളാ? 3 മക്കള് അല്ലേ? പെൺകുട്ടികള്? ചെറുത് അല്ലേ? മോളില്ലേ? ഭർത്താവ് എങ്ങനെ മരിച്ചത്? ഭർത്താവ് കുറച്ച് വിഷമൊന്നും അൽഹംദുലില്ലാ മരണപ്പെട്ടു. അല്ലാഹു ഖബർ വിശാലായി കൊടുക്കട്ടെ കേട്ടാ. നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ സ്ഥലം എവിടെ? തിരൂര് അല്ലേ? ഭർത്താവ് മരണപ്പെട്ടുകണോ? എത്ര മക്കളാ? 2 മക്കളല്ലേ? പെട്ടെന്ന് മരിച്ചതാണോ? ക്യാൻസർ. അല്ലാഹു ഖബർ വിശാലായി കൊടുക്കട്ടെ. അപ്പൊ ആ മക്കൾക്കുള്ളത് നമ്മൾ എന്തുണ്ട് ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടാ. താത്താന്റെ സ്ഥലം എവിടെ? ഇങ്ങനെ ശരിക്കും ഓർമ്മ അല്ലേ? ഭർത്താവ് മരിച്ചിട്ടുണ്ട് അല്ലേ? എത്ര വർഷമായി? 8 മാസമായില്ലേ? ജീവിക്കാൻ വിഷമാണ്? വാടകപ്പരിയിലാണ്, ഒരു വഴിയില്ല. അൽഹംദുലില്ലാ. എത്ര 2 മക്കളാ? 3 മക്കളുണ്ട് അല്ലേ? ഇൻഷാ അല്ലാഹ് ഇവരെയും നൂറെ ഹബീബിന്റെ കുടുംബം ഇവര് മക്കൾ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവരല്ല, ഇവരെ മക്കളെ ഇൻഷാ അല്ലാഹ് കൊടുക്കേ. എവിടെ സ്ഥലം? തിരൂര് അല്ലേ? ഭർത്താവ് പേരമക്കളാണല്ലേ? മോളെ മാപ്പിള മരിച്ചു, മോൻ മരിച്ചു അല്ലേ? എത്ര മക്കളാ? ചെറിയ കുട്ടിക്ക് വയസ്സ് 5.5 വയസ്സ് അല്ലേ? ഇൻഷാ അല്ലാഹ് ജീവിക്കാൻ വിഷമാണല്ലേ? ആ കുടുംബത്തിൽ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങള് ആയിഷാബി അല്ലേ? ആരെ മക്കൾക്ക്? ആങ്ങളുണ്ട് അല്ലേ? എത്ര മക്കളാ? 2 മക്കളാ. ആങ്ങൾ എങ്ങനെ മരിച്ച്? നിങ്ങളും എങ്ങനെ മരിച്ച്? അറ്റാക്ക് അല്ലേ? എത്ര വയസ്സിലെ മരിച്ച്? നേരോ? ഇൻഷാ അല്ലാഹ് ആ കുടുംബത്തിൽ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. കൊടുക്കും. അഫ്സത്ത് പൊന്നാനി. എത്ര മക്കളാ? 3 പെൺകുട്ടികൾ. ഭർത്താവ് ഇങ്ങനെ വിടി ഡയാലിസിന് മരിച്ചു അല്ലേ? അവസ്ഥ മോശമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സ്ഥലമാണ് നമ്മൾ സ്ഥലം തരും, കുടുംബത്തിനുമാണ് നമ്മൾ എല്ലാ മാസവും ഒരു പൈസ തരും കേട്ടോ. പേര് ഹസീന. സ്ഥലം വാടക താമസിക്കുന്നത്. സ്ഥലം ഉണ്ടോ? സ്ഥലം ഞാൻ തരാന്ന് പറഞ്ഞു. നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇങ്ങനെ പിടിക്കേ. എത്ര ഭർത്താവ് മരിച്ചത് എത്ര മാസമായി? ഭർത്താവ് മരിച്ചിട്ട് 4 മാസം 20 ദിവസമായിട്ടില്ല. എങ്ങനെ മരിച്ച്? വാർപ്പിന്റെ മുകളിൽ നിന്ന് വീട് മരിച്ചതാണ്. എത്ര മക്കളാ? 3 മക്കളാണ്. ജീവിക്കാൻ വിഷമാണോ? ജീവിക്കാൻ ഒരുപാട് വിഷമാണ്. ഇൻഷാ അല്ലാഹ് നൂറാബിന് മുത്തുമണികൾ അത് ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങളെ ജീവിതം കേട്ടോ. നമ്മളെ കഴിയുന്നത് പോലെ നമ്മൾ സഹായിക്കും എല്ലാ മാസം കേട്ടോ. ചെറുപ്പുളശ്ശേരി അല്ലേ? ഭർത്താവ് മരണപ്പെട്ടിരിക്കണ്. എത്ര മക്കളാ? 2 ആളല്ലേ? 2 മക്കളാണ്. ഭർത്താവ് മരണപ്പെട്ടു. പെട്ടെന്ന് മരിച്ചതാണോ? ലിവറിന് അല്ലേ? വിഷമാണ് ജീവിക്കാൻ അല്ലേ? നമ്മളെ കൂടെ കഴിയുന്ന നല്ലൊരു സംഖ്യ നമ്മൾ എല്ലാ മാസവും അവിടെ എത്തുട്ടോ. ഇവിടെ വന്ന് വാങ്ങേണ്ടി വരും കേട്ടോ. മുനീറ. സ്ഥലം പാങ്ങല്ലേ? ഭർത്താവ് മഞ്ഞപ്പിത്തായി മരിച്ചു. എത്ര മക്കളാ? 2 മക്കള്. ഭർത്താവ് മഞ്ഞപ്പിത്തായിട്ട് മരിച്ചു. ഒരു ഗതി ജീവിക്കൊരു മാർഗമില്ല കേട്ടോ. അള്ളാഹു സന്തോഷം നൽകട്ടെ. നമ്മളൊരു മാസം നല്ലൊരു സംഖ്യ വെച്ച് തരും കേട്ടോ. മൈക്ക് വർക്ക് ചെയ്യുന്നില്ല. ഹസീന അല്ലേ? സ്ഥലം ഇവിടെ? ഹസീന പന്തല്ലൂരിൽ. ഭർത്താവ് ആക്സിഡന്റിൽ മരിച്ചു. എത്ര മാസമായി? വർഷം? 1 വർഷം അല്ലേ? ജീവിക്കാൻ വിഷമാണ്. വാടക വീട്ടിൽ സ്വന്തമായിട്ട് വീടും ഇല്ല അല്ലേ? ഒരു മാസം അൽഹംദുലില്ലാ നമ്മളെ കൂടെ കഴിഞ്ഞ സംഖ്യ നല്ല തരും കേട്ടോ. കൊടുക്കേ. സജിന തൂവൂര് അല്ലേ? ആ മൈക്കം കെട്ടി തിരിച്ചു വെച്ചാൽ മതി. പറയും. എത്ര മക്കളാ? 3 മക്കള്. ചെറിയ കുട്ടിക്ക് എത്ര വയസ്സാ? 10 വയസ്സ് അല്ലേ? അപ്പോ ഭർത്താവ് എത്ര വർഷമായി? 6 മാസം. എൻ്റെ അസുഖം? അള്ളാഹു ഖബർ വിശാലാക്കട്ടെ. നിങ്ങൾക്കും ഒരു മാസം അൽഹംദുലില്ലാ ഒരു സംഖ്യ തരും. കാളികാവ് അല്ലേ? ഭർത്താവ് എത്ര വയസ്സിൽ? എത്ര വയസ്സായി മരിച്ചിട്ട്? എത്ര വർഷമായി? 1 വർഷം. മക്കള് 2 ആളല്ലേ? ജീവിക്കാൻ ഒരു മാർഗമല്ല. ഇൻഷാ അല്ലാഹ് ആ മക്കളെ നോക്കാനുള്ളത് നമ്മൾ തരും മാസം ട്ടാ. റഷീദ അല്ലേ? റഷീദ ചെറുപ്പുളശ്ശേരിയിൽ. എത്ര മക്കളാ? 3 മക്കളല്ലേ? ഭർത്താവ് മരിച്ചിട്ട് 4 കൊല്ലമായി. ജീവിക്കാൻ ഒരു ഗതിയില്ല. വിഷമാണ്. ഇൻഷാ അല്ലാഹ് ഞങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സംഖ്യ ഇൻഷാ അല്ലാഹ് തരും ട്ടാ. പള്ളിക്കുറിപ്പ്. എത്ര മക്കളാ? 3 മക്കള്. പൈത മക്കളാണ്. വിഷമാണല്ലേ? ഇൻഷാ അല്ലാഹ് അള്ളാഹു എന്ത് ചെയ്യട്ടെ. നിങ്ങളെ 3 മക്കളാണ്. അവസ്ഥ വളരെ മോശമാണ്. ഇൻഷാ അല്ലാഹ് ഒരു മാസം നമ്മളെ കൊണ്ട് കഴിയുന്ന സംഖ്യ തരും കേട്ടോ.
അസീന ചലവര. എത്ര മക്കളാ? 3 മക്കളല്ലേ? ജീവിക്കാൻ ഒരു ഗതിയില്ല. പണിക്ക് പോയതിപ്പോൾ പണിക്ക് പോകല്ല. വീടൊക്കെ ഉണ്ടോ? വീടുണ്ടല്ലേ? 4 മക്കളെ പോറ്റ വഴിയില്ല. വളരെ വിഷമമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ കുടുംബത്തെ നോക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നൊരു സംഖ്യ നമ്മൾ മാസം തരും കേട്ടോ. സ്ഥലം എവിടെ? ജുമൈലത്ത്. പറവണ്ണ. എത്ര മക്കളാ? ഭർത്താവ് മരിച്ചിട്ട് 8 മാസമായില്ലേ? ഇൻഷാ അല്ലാഹ് നൂറാബിന് മുത്തുമണികളെ കൊണ്ട് കഴിയുന്നൊരു സഹായം ഞങ്ങൾ ചെയ്യും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടാ. എല്ലാ മാസം ഉണ്ടാവും കേട്ടോ. എത്ര മക്കളാ? മരിച്ചിക്കണേ. എത്ര വർഷമായി? 5 മാസമായിട്ടുള്ള. ജീവിക്കാൻ ഒരു കഴിവില്ല അല്ലേ? ഇൻഷാ അല്ലാഹ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളെ കൊണ്ട് കഴിയുന്നൊരു സംഖ്യ നമ്മൾ തരും കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് നിങ്ങളൊക്കെ പറയാമല്ലോ. എന്താ അറിയോ, ഈ കാണുന്നതൊക്കെ വിധവകളാണ്. ഈ ഇങ്ങനെ കാണിച്ചത് എന്തിനാ അറിയോ? നാട്ടുകാർ തരുന്ന പൈസയാണ് ഇവർക്ക് നമ്മൾ കൊടുക്കുന്നത്. നാട്ടുകാർ തരുന്ന പൈസയാണ് ഇവർക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യണം? നാട്ടുകാർ എന്ത് ചെയ്യണം? അറിയണം. അപ്പോൾ 21 കുടുംബമുണ്ട്. ഈ 21 കുടുംബത്തിനും നമ്മൾ എല്ലാ മാസവും 1-ാം തീയതി 5000 പല ആൾക്കും പല രീതിയിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് കൊടുക്കുന്നുണ്ട്. അള്ളാഹു സഹായിച്ച എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ തങ്ങൾ പാപ്പക്ക് ദ്വാരിക്കൂലേ? ദ്വാരിക്കൂലേ? ഇൻഷാ അല്ലാഹ് അള്ളാഹു ഈ മക്കളൊക്കെ മരിക്കുന്നവരൊക്കെ ഈ കുടുംബത്തിൻ്റെ മക്കളെയൊക്കെ നോക്കാൻ ഇവരൊക്കെ ഇവരൊക്കെ പിന്നെ ഭർത്താക്കന്മാരൊക്കെ മക്കളെയൊക്കെ കെട്ടിച്ചുള്ള സമ്പത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരാളെ മുന്നിലും നിങ്ങളൊന്നൊരാളെ മുന്നിൽ ചെന്ന് കൈ നീട്ടരുത് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ വലിയ പ്രശ്നം ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ നിങ്ങൾ നേരെ എന്ത് ചെയ്താൽ മതി? തങ്ങൾ പാപ്പത്ത് വന്നാൽ മതി കേട്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരാളെ മുന്നിലും ചെന്ന് കൈ നീട്ടേണ്ട ഗതികേട് അള്ളാഹു ഇവർക്ക് കൊടുക്കാതെക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇവരൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്നൊരു സംഖ്യ ഇൻഷാ അല്ലാഹ് മാസം നമ്മൾ കൊടുക്കും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ഇതും ആളുകൾ വിമർശിക്കുമോ ഓലെ കാണിച്ചു അങ്ങനെ എങ്ങനെയെന്ന്. ജനങ്ങൾ തരുന്ന പൈസയാണ്. അപ്പോൾ ഇവരെ കാണിക്കണം ഇൻഷാ അല്ലാഹ്. ഇനി എത്തിയ മക്കളെ സഹായിക്കാൻ നമുക്ക് സഹായിക്കാം കേട്ടോ. നിങ്ങൾക്കും ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാം? സഹായിക്കാം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ വിമർശിക്കുന്നവർ വിമർശിച്ചു കൊണ്ടേയിരിക്കും. അതൊന്നും നമുക്ക് പ്രശ്നമില്ല. ഇവരാണ് നമ്മൾ പിന്നെ മക്കളെ നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.